ഹായ്, എല്ലാവർക്കും ലേണേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ ബോട്ടണിയിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററായ ബയോടെക്നോളജിയിലെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ 16 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ പരീക്ഷയ്ക്കും അതുപോലെ പബ്ലിക് എക്സാമിനും ഷുവറായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ്. നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഇറ്റ്. അതായത് മക്കളെ, ജെൽ ഇലക്ട്രോഫോറസിസിനകത്ത് ഒരു സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും അല്ലേ? ഏതാണ് ആ സ്റ്റെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ സ്റ്റെയിനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് എത്തീഡിയം ബ്രോമൈഡ്. ഏതാണ്? എത്തീഡിയം ബ്രോമൈഡ്. നിങ്ങളുടെ NCERT-ക്കകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് എത്തീഡിയം ബ്രോമൈഡ്. ഈ എത്തീഡിയം ബ്രോമൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? യെസ്, DNA ഫ്രാഗ്മെന്റ്സിനെ സ്റ്റെയിൻ ചെയ്യും. ഓക്കെ, എത്തീഡിയം ബ്രോമൈഡ് ഉപയോഗിച്ചിട്ട് DNA ഫ്രാഗ്മെന്റ്സിനെ സ്റ്റെയിൻ ചെയ്യും. അതിനുശേഷം നമ്മൾ UV ലൈറ്റിലേക്ക് ഈ പറഞ്ഞ സ്റ്റെയിൻ ചെയ്ത DNA ഫ്രാഗ്മെന്റ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എന്ത് ഫോം ചെയ്യും? യെസ്, അവിടെ ഒരു ഓറഞ്ച് ബ്രൈറ്റ് ബാൻഡുകൾ ഫോം ചെയ്യും എന്നുള്ള കാര്യം NCERT-ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഓറഞ്ച് ബ്രൈറ്റ് ബാൻഡുകൾ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ചോദിച്ചത് ഈ ഒരു സ്റ്റെയിനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റെയിനിൻ്റെ പേര് മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. എത്തീഡിയം ബ്രോമൈഡ് ആണ്. ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? നിങ്ങൾ ആദ്യമായിട്ടാണോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് കേൾക്കുന്നത്? അല്ല അല്ലേ? യെസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എൻഡോന്യൂക്ലിയസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കട്ട് DNA. എന്തിനാണ് ഉപയോഗിക്കുക? കട്ട് DNA ചില പൊസിഷനുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ. ഓക്കെ, DNA മുറിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള യെസ്, കട്ട് DNA ഇൻറ്റു മെനി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. പഠിച്ചു വെച്ചോണേ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്തിനു ഉപയോഗിക്കുക? കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, കട്ട് ചെയ്യാനായിട്ട് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിക്കും. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് സെയിം കൈൻഡ് ഓഫ് സ്റ്റിക്കി എൻഡ്സ് ക്യാൻ ബി ജോയിൻഡ്. ഓക്കെ, ആ വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം സ്റ്റിക്കി എൻഡുകളെ ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 DNA പീസുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, 2 DNA ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. ഈ 2 DNA ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു എൻസൈം ഉപയോഗിക്കും. ദാറ്റ് ഈസ് വാട്ട്? യെസ്, DNA ലൈഗേസ് അല്ലെ? DNA ലൈഗേസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി വെച്ചോണം, ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം. DNA ഫ്രാഗ്മെന്റ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് DNA ലൈഗേസ് അല്ലെങ്കിൽ ലൈഗേസ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ കേട്ടോ. യെസ്, മൂവിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യനിൽ റീകോമ്പിനന്റ് DNA ഈസ് ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ്. ആ വാക്ക് നിങ്ങൾ ഓർത്ത് വെക്കണം. ഡയറക്ട്ലി ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആനിമൽ. ഓക്കെ, ഒരു ആനിമലിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു റീകോമ്പിനന്റ് DNA. ഓക്കെ, അപ്പോൾ റീകോമ്പിനന്റ് DNA ഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിയസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഈ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ചോദിച്ചിരിക്കുന്നത്. ഈ മെത്തേഡിന് നമ്മൾ പറയുന്നത് മറ്റൊന്നല്ല, മൈക്രോ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, മൈക്രോ ഇഞ്ചക്ഷൻ. റെഡി? യെസ്, ഇപ്പോൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ചില സമയങ്ങളിൽ മൈക്രോ ഇഞ്ചക്ഷൻ്റെ ഡെഫിനിഷനായിട്ട് ഈ ഒരു വരിയും ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയും. അടുത്ത വീഡിയോയിൽ 2 മാർക്ക് ക്വസ്റ്റിനും അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റിനും അടക്കം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. സോ അതിൽ നിങ്ങളുടെ ഡെഫിനിഷനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. യെസ്, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ വിച്ച് എൻസൈംസ് ആർ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്? മോളിക്കുലാർ സിസറിൻ്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? യെസ്, കട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പഠിച്ചല്ലോ, കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏത് എൻസൈം ഉപയോഗിച്ചത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. എല്ലാവരും പറഞ്ഞു, വെരി ഗുഡ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. യെസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കിട്ടിയല്ലോ. യെസ്, 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 6ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കളെ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് ഐസൊലേറ്റഡ് ഈസ്. ഓക്കെ, ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ? യെസ്, പഠിച്ച കുട്ടികൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഏതാടാ? യെസ്, ഹൈൻഡ് 2 ആണ് അല്ലേ? ഓക്കെ, ഹൈൻഡ് 2 ആണ് ഫസ്റ്റ് ഐസൊലേറ്റഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, റെഡി? യെസ്, മൂവിങ് ടു 7th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യനിൽ മക്കളെ പാലിൻഡ്രോമിക് സീക്വൻസിനെ കുറിച്ചിട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. പാലിൻഡ്രോമിക് സീക്വൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോണം. അതുപോലെ തന്നെ പാലിൻഡ്രോമിക് സീക്വൻസിൻ്റെ എക്സാമ്പിളും
അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം കേട്ടോ. സോ എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മൾ മലയാളം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, യെസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കടാ, യെസ് മലയാളം എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോഴും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിക്കുമ്പോഴും സെയിം സീക്വൻസ് ആണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിക്കുമ്പോഴും മലയാളം തന്നെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിക്കുമ്പോഴും മലയാളം തന്നെയാണ് അല്ലേ. ഓക്കെ, രണ്ട് രീതിയിൽ വായിച്ചു കഴിഞ്ഞാലും മലയാളം എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത്തരം സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് പറയുക, പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കടാ, 4 ഓപ്ഷൻസ് കൃത്യമായിട്ട് നോക്കിയേ, ഏതാ കറക്റ്റായിട്ട് വരുന്നത്? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ. യെസ്, ഫസ്റ്റ് ഓപ്ഷനാണ് GAATTC എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ട് വരുന്നത്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ അറിയാം, GAATTC. ഇനി അവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും GAATTC. റെഡി അല്ലേ? യെസ്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ ഇനി കടക്കുന്നത് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് മക്കളെ. 8ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ദ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1. ഓക്കെ, EcoR1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ. ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് EcoR1 ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. EcoR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാലോ. യെസ്, ദാറ്റ് ഈസ് ഫ്രം ഈക്കോളൈ. വെരി ഗുഡ്, ഈക്കോളൈ എല്ലാവർക്കും എഴുതാൻ പറ്റും. ഏത് പഠിക്കാത്ത കുട്ടിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഓക്കെ, EcoR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഈക്കോളൈ. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 9ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കളെ, ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി DNA ഫ്രാഗ്മെന്റ്സ് ആർ ജോയിൻഡ്. ആ വാക്ക് നിങ്ങൾ ഓർത്ത് വെച്ചോണം, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, DNA ഫ്രാഗ്മെന്റുകളെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് DNA ലൈഗേസ്. ഓക്കെ, DNA ലൈഗേസ് കിട്ടിയല്ലോ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് 1, 2, 3 തവണ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനിൽ മക്കളെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയടാ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, ആ ഒരു പെയറിൻ്റെ റിലേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻസൈം എന്തിനു ഉപയോഗിക്കുക? കട്ടിങ് ഓഫ് DNA, നമുക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ജോയിനിങ്ങിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഇപ്പം തന്നെ ചെയ്ത ക്വസ്റ്റ്യനാ. ജോയിനിങ്ങിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? DNA അല്ലേ, DNA ലൈഗേസ്. ഓക്കെ, DNA ലൈഗേസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. റെഡിയാണോ മക്കളെ? ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. മോഡൽ പരീക്ഷയ്ക്ക് നാളെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് കാണാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോമ്പിനന്റ് പ്രോട്ടീൻ. ഓക്കെ, റീകോമ്പിനന്റ് പ്രോട്ടീനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ വളരെ വലിയ തോതിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റാണ് ചോദിച്ചിരിക്കണേ. ഓക്കെ, ഇൻസ്ട്രുമെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ബയോ റിയാക്ടർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. ഓക്കെ, എന്താണ് ആൻസർ? ബയോ റിയാക്ടർ. ബയോ റിയാക്ടർ നിങ്ങൾക്കറിയാം, സ്പാർജ്ഡ് ഉണ്ട്, അതുപോലെ മറ്റ് സ്റ്റിർഡ് ടൈപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോമ്പിനന്റ് പ്രോട്ടീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം, ബയോ റിയാക്ടറാണ് ആൻസറായിട്ട് വരുന്നത്. റെഡി? യെസ്. 13th ക്വസ്റ്റ്യൻ. മൂവിങ് ടു 13th ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് നമുക്ക് വേണ്ടത്. വിച്ച് ഓഫ് ദീസ് എൻസൈംസ് റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് എ DNA? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പല കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. DNAയുടെ എൻഡുകളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യാനുള്ള എൻസൈം. എൻഡ് എന്ന് കാണുമ്പോഴേ പല കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയോ, എൻഡോന്യൂക്ലിയസ് എഴുതി വയ്ക്കും. അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എൻഡ് എന്ന് കാണുമ്പോൾ എൻഡോന്യൂക്ലിയസ് എഴുതരുത്. ശരിക്കും എൻഡിൽ നിന്ന്, DNAയുടെ എൻഡുകളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സോന്യൂക്ലിയസുകളാണ് കേട്ടോ. ഓക്കെ, ഇത് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പലരും ഓപ്ഷൻ കാണുന്ന സമയത്ത് എൻഡോന്യൂക്ലിയസ് എന്ന് പോയി എന്ത് ചെയ്യും, യെസ് എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തെറ്റിക്കരുത് മക്കളെ, ഒരു കാരണവശാലും തെറ്റിക്കരുത്. എക്സോന്യൂക്ലിയസ് ആണ് ശരിയായിട്ട് വരുന്ന ആൻസർ കേട്ടോ. എക്സോന്യൂക്ലിയസ് ആണ് എൻഡുകളിൽ നിന്ന് DNA ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. റെഡി?
യെസ്, 14th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 14th ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റ് പെയറാണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ അറിയാം. ഇവിടെ കൃത്യമായിട്ട് വരുന്നത് യെസ് പ്ലാന്റ് സെല്ല് സെല്ലുലേസ് ആണ് അല്ലേ. പ്ലാന്റ് സെല്ല് സെല്ലുലേസ്, അതായത് പ്ലാന്റ് സെല്ലിനെ പൊട്ടിക്കാനായിട്ട് അതിൻ്റെ വാള് പൊട്ടിക്കാൻ സെൽ വാള് പൊട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് സെല്ലുലേസ്. അത് കറക്റ്റായിട്ടാണ് കൊടുത്തേക്കണേ. ബാക്ടീരിയയുടെ പൊട്ടിക്കാനാണെങ്കിലോ, ബാക്ടീരിയയുടെ സെൽ വാള് പൊട്ടിക്കാനാണെങ്കിലോ നമ്മൾ എന്താ ഉപയോഗിക്കുക? ലൈസോസൈം അല്ലേടോ ഉപയോഗിക്കുക. അപ്പോൾ അതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിപ്പോൾ ചെയ്യാമല്ലോ. യെസ്, ബാക്ടീരിയയുടെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈസോസൈം ആയിരിക്കും കേട്ടോ. ഓക്കെ, ലൈസോസൈം. ഇനി ഫംഗസിൻ്റെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് യെസ് കൈറ്റിനേസ് ആണ് അല്ലേ. നമുക്കറിയാം ഫംഗസിൻ്റെ സെൽ വാളിന് നമ്മൾ കൈറ്റിൻ എന്നല്ലടാ വിളിച്ചത്. +1 നിങ്ങൾ പഠിച്ചതല്ലേ. യെസ്, അപ്പോൾ ഫംഗസിൻ്റെ സെൽ വാളിനെ പൊട്ടിക്കാനായിട്ട് നിങ്ങൾ കൈറ്റിനേസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ പ്രോട്ടീൻ്റെ വാളിന് പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രോട്ടീനെ പൊട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോട്ടിയേസ് ആണ്. റെഡി. അപ്പോൾ അതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് പെയർ കണ്ടെത്താനാണ്. അപ്പോൾ കറക്റ്റ് പെയർ ഇവിടെ നൽകിയിരിക്കുന്നത് പ്ലാന്റ് സെല്ല് സെല്ലുലോസ് ആണ്. റെഡി. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. ഇൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, DNA ടെക്നോളജിയിൽ പ്രസിപ്പിറ്റേറ്റഡ് DNA ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത DNA സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മക്കളെ എന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറസിസ് സിമ്പിളായിട്ട് കിട്ടിയല്ലോ. യെസ്, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. അപ്പം മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA ഓക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. ശരിയായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. ഫസ്റ്റ് ഐസൊലേറ്റഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ താഴെ ആൻസർ കമൻറ്റ് ചെയ്തോ. യെസ്, ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഐസൊലേറ്റ് ചെയ്തത് ഏതാണ്? ഹൈൻഡ് 2 ആണോ, ഇക്കോ R1 ആണോ, BAM-H1 ആണോ, SAL1 ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, ഏതായിരിക്കും? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത നിമിഷം തന്നെ നമുക്ക് കാണാം. സോ നിങ്ങൾ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് വേണ്ട ചാപ്റ്ററുകൾ ഏതാണെന്നുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ 2 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് മുമ്പോട്ട് പോകാം. പബ്ലിക് എക്സാം വരെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ സപ്പോർട്ട് മാക്സിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ മോഡൽ പരീക്ഷയ്ക്ക് മടി പിടിച്ചിരിക്കുന്ന ഒരുപാടധികം വിദ്യാർത്ഥികളുണ്ടാവും. അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്തിച്ചു കൊടുത്ത് കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറയാം കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം. ബൈ.